നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി പിടിയിലായ ഗോവിന്ദചാമിയെ വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന അതീവ സുരക്ഷ എന്ന് പറയുന്ന ജയിലിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലാണ് വിയ്യൂരിലേത്. ഇവിടെ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെൽ തയ്യാറായിട്ടുണ്ട്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികളാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളുമുണ്ട്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണം എത്തിച്ചു നൽകും. അതിനുപോലും പുറത്തിറക്കില്ല. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിൽ, ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലി, മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറും. ഇതിൽ 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളുമുണ്ട്. ഭീകരവാദികളടക്കം കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയ കെട്ടിടമാണ് വിയ്യൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് നിർമ്മിച്ചത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കോമ്പൗണ്ടിലെ 9 ഏക്കറിലാണ് അതിസുരക്ഷാ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 600ഓളം തടവുകാരെ പാർപ്പിക്കാവുന്ന ജയിലിന്റെ നിർമ്മാണം 2016 ആരംഭിച്ചിരുന്നുവെങ്കിലും നീണ്ടുപോകുകയായിരുന്നു. സ്കാനറിലൂടെ കടന്ന് വിരൽ പഞ്ചിങ് നടത്തിയാണ് തടവുകാരെ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. മറ്റ് ജയിലുകളിൽ നിന്ന് വിഭിന്നമായി ഓരോ മുറികളായാണ് തടവറ സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലും നിരീക്ഷണ ക്യാമറകളുണ്ട്. അതിസുരക്ഷാ ജയിലിൽ തടവുകാർക്ക് തമ്മിൽ കാണാനാവില്ല. സന്ദർശകർക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കാണാൻ അവസരമൊരുക്കുക. 3 നില കെട്ടിടമാണ് ഇവിടെയുള്ളത്. നേരത്തെ കൊടിസുനിയെ അടക്കം വിയ്യൂരിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജയിലിൽ കലാപം അടക്കം നടത്തിയിരുന്നു. അതേസമയം കണ്ണൂർ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ 4 ഉദ്യോഗസ്ഥരെയാണ് ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിംഗും CCTVകളും പ്രവർത്തനക്ഷമമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട്. ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമിയാണ് ചാടിയതെന്നറിഞ്ഞത്. ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധന നടത്താതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. ജയിലുകളിൽ പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തെങ്കിലും അതിൽ ഒതുങ്ങാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPMനും പിണറായിക്കും വലിയ നാണക്കേടാണ് ഗോവിന്ദചാമി സംഭവം. ജയിലിൽ CPM തടവുകാരുടെ ഭരണമാണെന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടാൻ മറ്റൊരു ആയുധമായി. ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത്. ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറാണോ എന്ന പരിഹാസം CPMന് നേരെ ഉയർന്നു. ജയിലിലാകുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നെന്ന ആക്ഷേപം നേരത്തെയുണ്ട്. അത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ്. സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. CPM നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏറ്റവും ഒടുവിൽ കാരണവർ വധക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു. വനിതാ ജയിലിൽ ഷെറിന് ലഭിച്ച മുൻഗണന ചർച്ചയായി. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിലല്ലെന്നാണ് വെളിപ്പെടുന്നത്. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നതിന്റെ തെളിവാണ്. ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ട് ആരും അറിഞ്ഞില്ല. സ്വാതന്ത്ര്യവും ഒത്താശയും ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ലെന്ന് വ്യക്തം. ആസൂത്രണത്തിനായുള്ള അവസരം എങ്ങനെയുണ്ടായെന്ന ചോദ്യം പ്രസക്തം. പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കിയാണ്. അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ്. CCTV നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതും ജയിലിലെ അരാജകത്വത്തിന് തെളിവാണ്. പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി തടവു ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ലെന്ന ആരോപണം ശരിവെക്കുന്നു. ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നതിനെ തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയാനാവില്ലെന്നും അവർ പറയുന്നു.
പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും വാദവുമായാണ് CPM ഇതിനെ നേരിടുന്നത്. ഇന്നലെ പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ 10 മണിക്കൂറിന് ശേഷമാണ് തളാപ്പിൽ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നും പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം. തുണി ഉപയോഗിച്ചാണ് ജയിലിന്റെ 2 മതിലുകൾ ചാടിക്കടന്നത്. ഇതിനായി ജയിലിൽ പലരും ഉണക്കാനിട്ടിരുന്ന താരതമ്യേന നീളം കൂടിയ ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെയുള്ള ഇയാൾ സംഘടിപ്പിച്ചിരുന്നു. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ആക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കി ഇതുപയോഗിച്ചാണ് താഴെ നിലയിലുള്ള കമ്പി അറുത്തത്. കഴിഞ്ഞ 1 മാസമായി രാത്രി ഈ കമ്പികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. ഇന്നലെ രാത്രിയോടെ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റിയെന്നും ജയിൽ അധികൃതർ പറയുന്നു. ഇരുമ്പ് കമ്പിയുടെ കട്ടി കുറയ്ക്കാൻ ഉപ്പ് വെച്ച് തുരുമ്പിച്ചെന്നും പറയപ്പെടുന്നു. കമ്പി വളച്ച വിടവിലൂടെ പുറത്തു ചാടാൻ മെലിഞ്ഞ ശരീരം സഹായിച്ചു. ജയിലിലെ ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങിയാണ് ജയിൽ മതിലിനടുത്തെത്തിയത്. തുടർന്ന് ഉണക്കാനിട്ട തുണിത്തരങ്ങൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി മതിൽ ചാടിക്കടന്നു. 4:15 വരെ ജയിലിനോട് ചേർന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ ഇയാൾ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. 1:15 പുറത്ത് ജയിൽ വരാന്തയിൽ നിന്ന് പുറത്തിറങ്ങിയെന്നും CCTV ദൃശ്യങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു. ജയിലിനകത്തെ 140ഓളം CCTVകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരും ഉറങ്ങിപ്പോയിരുന്നതായാണ് സൂചന. CCTV പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും കൂടി ഉറങ്ങിയതോടെ ഗോവിന്ദചാമിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. രാവിലെ 5 മണിയോടെ മതിലിന് മുകളിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടം കിടക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് സെല്ലുകൾ പരിശോധിച്ചു തുടങ്ങിയത്. ആ പരിശോധനയിൽ ചാടിയത് ഗോവിന്ദചാമിയാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും സമയം ഏതാണ്ട് 6 മണിയോട് അടുത്തിരുന്നു. ഒരു കൈ കൊണ്ട് തുണിയിൽ പിടിച്ചും വായ കൊണ്ട് കടിച്ചു പിടിച്ചും മുകളിലേക്ക് കയറിയെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. ഈ വിധത്തിൽ അതിശ്രമകരമായാണ് 7.5 മീറ്റർ നീളമുള്ള മതിൽ ചാടിക്കടന്നതെന്ന് പോലീസ് പറയുന്നു. ഇതിനിടെ വസ്ത്രം മാറി ഉടുക്കാനും അയാൾ ശ്രദ്ധിച്ചു. ജയിൽ യൂണിഫോമായ വെള്ളവസ്ത്രം മാറ്റിയ ശേഷം റിമാൻഡ് തടവുകാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രമെടുത്ത് അണിഞ്ഞു. റിമാൻഡ് തടവുകാർക്ക് ജയിലിൽ യൂണിഫോം ഇല്ല. ഇത് ധരിച്ചത് കാരണം പുറത്തിറങ്ങിയപ്പോഴും ആളുകൾക്ക് ഗോവിന്ദചാമിയെ തിരിച്ചറിയാനായില്ല. 40 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കാവലുള്ളതും സുരക്ഷയുള്ളതുമായ ജയിലിലാണിത്. 10 ബ്ലോക്കുകളാണ് ജയിലിനുള്ളിലുള്ളത്. അതിനകത്ത് തന്നെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ സെല്ലിലായിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത്. അവിടെയാകെ 68 സെല്ലുകളാണുള്ളത്. ഓരോ സെല്ലിലും ഓരോ കുറ്റവാളികളെ മാത്രമാണ് പാർപ്പിച്ചിരുന്നത്. അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ണൂർ ജയിലിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഗോവിന്ദചാമിക്ക് ജയിലിനുള്ളിൽ ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന് വിശദമാക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. കണ്ണൂർ ജയിലിനുള്ളിലെ തടവുകാരുടെ എണ്ണത്തിനനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. 150 ജീവനക്കാർ വേണ്ടിയെടുത്ത 106 പേര് മാത്രമാണുള്ളത്. 940 തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ളിടത്ത് 1118 പേരുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് കണ്ണൂർ റേഞ്ച് DIG തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും.